ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിലേക്ക് കേരളം മാർച്ച് ചെയ്യുമ്പോൾ നന്ദി പറയേണ്ട ഒരുപാട് മനുഷ്യരുണ്ട്. ഫുട്ബോളിൽ ഒരുപാട് നേട്ടങ്ങൾ കീഴടക്കുമ്പോഴും ക്രിക്കറ്റിൽ നിങ്ങൾ എവിടെ എന്ന് ചോദിച്ചവർക്കുള്ള ശക്തമായ മറുപടിയുമായാണ് കേരളം ചരിത്രം കുറിച്ചിരിക്കുന്നത്. ടിനു യോഹന്നാനിൽ തുടങ്ങി ശ്രീശാന്തിലൂടെ കടന്ന് ഒടുവിൽ നമ്മുടെ സഞ്ജു സാംസണിലെത്തി നിൽക്കുന്ന കേരള ക്രിക്കറ്റ്. ദേശീയ തലത്തിൽ കേരളത്തിൻ്റെ മേൽവിലാസം ഇതൊക്കെ തന്നെയായിരുന്നു ക്രിക്കറ്റിന്. ഇതാ ചരിത്രം പറഞ്ഞിരിക്കുന്നു. കരുത്തരായ ഗുജറാത്തിനെതിരെ സെമി ഫൈനലിൽ ഒന്നാം ഇന്നിങ്സിൽ നേടിയ 2 റൺസിൻ്റെ നിർണായക ലീഡ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൻ്റെ ചരിത്ര ഫൈനലിലേക്കാണ് കേരളത്തെ എത്തിച്ചിരിക്കുന്നത്. ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും സൽമാൻ നിസാറും മുഹമ്മദ് അസറുദ്ദീനുമെല്ലാം ചേർന്ന് പടുത്തുയർത്തിയ കൂറ്റൻ സ്കോർ. പിന്തുടർന്ന ഗുജറാത്തിനെ വരിഞ്ഞുകെട്ടി 2 കളിക്കാർ, ജലജ് സക്സേനയും ആദിത്യ സർവാദയും. മലയാളികളല്ലാത്ത കേരളത്തിൻ്റെ 2 പ്രിയപ്പെട്ട കളിക്കാർ. നന്ദി പറയേണ്ടത് അവർക്ക് കൂടിയാണ്. ഒരുപക്ഷെ ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലെ ഏറ്റവും നിർഭാഗ്യവാനായ കളിക്കാരൻ എന്ന് വേണം ജലജ് സക്സേനയെ വിശേഷിപ്പിക്കാൻ. എത്രയോ വർഷമായി ആഭ്യന്തര ക്രിക്കറ്റിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടും ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ പടിവാതിലെത്താൻ കഴിയാതെ പോയ 38-കാരൻ. മധ്യപ്രദേശിൽ ജനിച്ച് മധ്യപ്രദേശിൽ ക്രിക്കറ്റ് ടീമിന് വേണ്ടി വർഷങ്ങളോളം കളിച്ച് കഴിഞ്ഞ 8 വർഷമായി കേരള ടീമിൻ്റെ നട്ടെല്ലായി ഈ ഓൾറൗണ്ടർ കളിക്കുന്നു. സമീപകാലത്ത് കേരളം നേടിയ ഒരുപാട് വിജയങ്ങളിൽ നിർണായകമായ ഇടപെടൽ നടത്തിയിട്ടുള്ള കളിക്കാരൻ കൂടിയാണ് ജലജ് സക്സേന. 38-ാം വയസ്സിലെത്തിക്കുന്ന ആ ക്രിക്കറ്റ് കരിയറിൽ എത്രയോ തിളക്കമാർന്ന നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. എന്നിട്ടും ദേശീയ ടീമിൽ സ്ഥാനം നേടാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി. 148 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് ജലജ് സക്സേന നേടിയത് 6965 റൺസ്. 14 സെഞ്ചുറികൾ നേടിയ ജലജിൻ്റെ ബാറ്റിംഗ് ആവറേജ് 33.64 478 ബാറ്റ്സ്മാൻമാരെ പുറത്താക്കിയ ജലജ് 10 തവണ 10 വിക്കറ്റ് നേട്ടവും 34 തവണ 5 വിക്കറ്റ് നേട്ടവും സ്വന്തമാക്കിയിട്ടുണ്ട്. മികച്ച ബൗളിംഗ് പ്രകടനം 68 റൺസിന് 9 വിക്കറ്റ് എന്നതാണ്. 2005 അരങ്ങേറ്റം കുറിച്ച സക്സേന 2016 വരെ മധ്യപ്രദേശ് ടീമിനും അതിനുശേഷം കഴിഞ്ഞ 8 വർഷമായി കേരള ടീമിന് വേണ്ടിയും കളിക്കുന്നു. അടുത്തത് ആദിത്യ സർവാദെ എന്ന മഹാരാഷ്ട്രക്കാരനാണ്. നാഗ്പൂരിൽ ജനിച്ച സർവാദെ 2015 മുതൽ 2024 വരെ വഡോദരയ്ക്ക് വേണ്ടി കളിച്ചു. ഓൾറൗണ്ടറാണ്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ തിളങ്ങുന്ന ഇദ്ദേഹം വഡോദരയുടെ രഞ്ജി വിജയങ്ങളിൽ നിർണായകമായ പങ്കുവച്ചു. 2018-19 ഫൈനലിൽ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം വീഴ്ത്തിയത് 11 വിക്കറ്റുകളാണ്. 2024 മുതൽ ആദിത്യ സർവാദെ കേരളത്തിന് വേണ്ടി കളിക്കുന്നു. സർവാദയും ജലജ് സക്സേനയും ചേർന്ന് ഒരുക്കിയ സമീപകാല വിജയങ്ങൾ തന്നെയാണ് കേരളത്തിന് രഞ്ജി ട്രോഫി ഫൈനലിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കുന്നത്. സർവാദയുടെ കരിയർ പരിശോധിച്ചാൽ 68 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദിത്യ സർവാദെ 2 സെഞ്ചുറികൾ സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട്. 2085 റൺസാണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള സമ്പാദ്യം. ബാറ്റിംഗ് ശരാശരി 26.06. 302 വിക്കറ്റുകളാണ് ആദിത്യ സർവാദയുടെ ഇതുവരെയുള്ള സമ്പാദ്യം. ഇതിൽ 10 വിക്കറ്റ് നേട്ടം 3 തവണ, 5 വിക്കറ്റ് നേട്ടം 21 തവണ. ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം 121 റൺസ് വഴങ്ങി 7 വിക്കറ്റ് വീഴ്ത്തിയതാണ്. നോക്കൂ, 2 ഓൾറൗണ്ടർമാർ, ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഒരുപോലെ തിളങ്ങുന്ന 2 ഓൾറൗണ്ടർമാർ. കേരളത്തിന് പുറത്തുനിന്നെത്തി കേരളത്തിൻ്റെ സ്വന്തമായി മാറിയ ഈ 2 പേരും ചേർന്ന് കേരള ക്രിക്കറ്റിനെ വലിയൊരു നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ സ്വന്തം മലയാളി താരങ്ങളുടെ നേട്ടങ്ങൾ, അവരുടെ സംഭാവനകൾ വിസ്മരിക്കുന്നതല്ല. പക്ഷേ നമുക്കറിയാം, അന്യസംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികളെന്ന് വിളിച്ച് സ്നേഹത്തോടെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന മലയാളിക്ക് ജലജ് സക്സേനയും ആദിത്യ സർവാദയും ഏറ്റവും പ്രിയപ്പെട്ട 2 അതിഥികളായി മാറുകയാണ്. കേരള ക്രിക്കറ്റ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടത്തിലേക്ക് നടക്കുമ്പോൾ കൈപിടിച്ച് ആദിത്യ സർവാദയും ജലജ് സക്സേനയും നമ്മുടെ കൂടെയുണ്ട്. മറ്റൊരാളുടെ പേര് കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. കേരള ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ച് അമയ് ഖുറേസിയ. അദ്ദേഹവും പുറത്തുനിന്നെത്തി കേരളത്തിൻ്റെ സ്വന്തമാവുകയാണ്.